Hi, hello. I am Renjit and welcome to Renjit Talks. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ന്റെ ഡിവിഷൻ മെത്തേഡാണ്. വളരെ വേഗത്തിൽ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിവിഷൻ നോക്കാം. ഞാനിവിടെ എഴുതാൻ പോകുന്നു 28 ഡിവൈഡഡ് ബൈ 5. 28നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സാധാരണ നമുക്ക് ഡിവിഷൻ എഴുതുന്നത് നമുക്കറിയാം അല്ലേ? 28നെ 5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 28 5 വെച്ച് അല്ലേ? അപ്പൊ 2 തുടങ്ങത്തില്ല നമുക്കറിയാം. പിന്നെ നമ്മൾ 5 ടേബിളിനകത്ത് 28 വരുന്നില്ല, 25 വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ 5 ഇവിടെ മേളിൽ എഴുതി, 25 ഞാനിവിടെ താഴെ എഴുതി, എന്നിട്ട് അതിനൊന്ന് കുറയ്ക്കുന്നു അല്ലേ? അങ്ങനെ കുറയ്ക്കാനകത്ത് എനിക്ക് എത്ര കിട്ടും? ഇവിടെ 3 ലഭിച്ചു. ഇനി 3 തുടങ്ങും ഇല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ 0 ആഡ് ചെയ്യുന്നു. 30 എന്ന് പറയുന്ന 5ന്റെ ടേബിളിനകത്ത് 6 അല്ലേ? അപ്പം 30 ആൻസർ കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാറ് സാധാരണ അല്ലേ? ഇനി നമ്മൾ നോക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് നോക്കിയാൽ വളരെ വേഗം എങ്ങനെ നമുക്കത് ഡിവിഷനിലേക്ക് കൊണ്ടെത്തിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഡിവിഷൻ ടെക്നിക്ക് ആണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് പറയുന്നത് കേട്ടോ. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നു. 2 സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ് കേട്ടോ. അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പം 28 ഡിവൈഡ് ബൈ 5 അല്ലേ? അത് ഞാൻ എഴുതുന്നു. 28 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10/2 ആണ് അല്ലേ? ഇത് ഞാൻ അങ്ങനെ എഴുതുകയാണ്, 10/2. 5 ഞാൻ അങ്ങനെ എഴുതി, 10/2 എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഒരു ഫ്രാക്ഷൻ അല്ലെ, ഡിവിഷനിലെ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാറാണ് പതിവ് അല്ലെ? ആ ഒരു പരിപാടി മാത്രം നോക്കിയാൽ മതി. അതായത് 28 ഗുണം റെസിപ്രോക്കൽ എടുക്കുക അല്ലെ, തിരിച്ചിടുക. 10/2 തിരിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടും 2/10 വരും അല്ലേ? ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യുക? ഇനി ഇത് ഗുണിക്കണം. 28 ഗുണം 2, 28 ഗുണം 2 എത്ര വരും? 28. 56 വരിക. ആൻസർ എത്ര കിട്ടും? 56 എന്ന് വരും. 56/10. നമുക്കറിയാം സീറോസ് വരുന്നത് അല്ലേ? ആ സംഖ്യകൾ നമ്മൾ എന്താ ചെയ്യുക? ഡിവിഷൻ വരികയാണെങ്കിൽ വലതുനിന്ന് അല്ലെ, വലത്തെ സൈഡിൽ നിന്ന് നമ്മൾ പോയിന്റ് അല്ലെ, ഒരു പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് ഒക്കെ നമുക്ക് എത്ര സീറോ ആണോ ആഡ് ചെയ്ത് വരുന്നത് അത്രയും പോയിന്റ് നമ്മൾ മാറ്റി കുത്തരുത്. അതായത് ഇവിടെ ഒരു 0 ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ആൻസർ അങ്ങനെ കിട്ടും 5.6 എന്ന് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കിട്ടിയത് അല്ലേ? അപ്പം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഡിവിഷൻ ബൈ 5 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് 10/2 എന്നുള്ള ആ ഒരു ലെവലിൽ എടുക്കണം. അതിനുശേഷം നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് 2 ഡിവൈഡ് ബൈ 10 വെച്ച് ഇൻറ്റു ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അത് നമുക്ക് വേറെ എക്സാമ്പിളിലേക്ക് നോക്കിയാലോ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാണ്. 67 ഡിവൈഡഡ് ബൈ 5. 67 ഡിവൈഡ് ബൈ 5. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതുന്നില്ല, ഡയറക്റ്റ് പോവാണേ. അതായത് നമുക്ക് എങ്ങനെ വരാം? 67 ഗുണം 2/10 എന്ന് എഴുതാം മതി. 67 ഗുണം 2, 6ന്റെ ഇരട്ടി. ഇരട്ടിയാണല്ലോ വരിക. 6ന്റെ ഇരട്ടി എത്രയാണ്? നമുക്കറിയാം, സാധാരണ നമ്മൾ അങ്ങനെ എടുക്കുക. 6ന്റെ ഇരട്ടി നമ്മൾ 12 ആണ്. 7ന്റെ ഇരട്ടി 14 ആണ്. ഞാൻ ഇങ്ങനെ എഴുതാണ്, 7ന്റെ ഇരട്ടി 14. ഓക്കെ, പക്ഷെ ഇങ്ങനെയല്ലോ നമ്മൾ എടുക്കുക അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെയാണോ കിട്ടുക അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്. 4 എഴുതി, 14നകത്തെ 1 ഇങ്ങോട്ട് പോയി അല്ലെ? 1 ഇതിന്റെ മണ്ടയിലേക്ക് പോകും. അപ്പൊ എത്ര വരും? 3, 1, അതായത് 134. അപ്പൊ 134/10 അതായത് 13.4 ആൻസർ കിട്ടുന്നതാണ്. 13.4 അതായത് 67/5 എടുത്താൽ നമുക്ക് കിട്ടുന്നത് 13.4 ആണ്. ഓക്കെ ആണോ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ഞാൻ ചെയ്യുന്നത് 134 ഡിവൈഡ് ബൈ 5. 134 ഇൻറ്റു 2/10. ഓക്കെ, ഇനി 1ന്റെ ഇരട്ടി
2 അല്ലെ 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6, 4 ഇൻറ്റു 2 8. അപ്പോൾ 268/10 ആൻസർ കിട്ടി അല്ലേ? പോയിന്റ് മാറ്റിയിട്ടാൽ പോരെ വലത് സൈഡിൽ നിന്ന്. 26.8 ആൻസർ ചോദിച്ചു. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ഇച്ചിരി വലിയ നമ്പർ നോക്കാം അല്ലേ? ഇച്ചിരി കൂടെ വലിയ നമ്പർ ഞാൻ നോക്കാൻ പോവാൻ. ഇവിടെ ഞാൻ എഴുതുന്നു 10,245 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ സംഖ്യ ഇൻറ്റു 2/10 എന്ന് എഴുതണം. എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ഗുണിക്കുക, 2 വെച്ച് ഗുണിക്കുക അല്ലെ, ഇരട്ടി എടുക്കുക അല്ലേ? 10ൻ്റെ ഇരട്ടി നമുക്കറിയാം 20 ആണ്. ഇനി 2 ഇരട്ടി 4 ആണ്. പിന്നെ 4 ഇരട്ടി 8 ആണ് വരിക. ഇനി 5ൻ്റെ ഇരട്ടി 10 വരിക അല്ലേ? അപ്പോൾ 10 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 0 കൊടുക്കും, ഇവിടെ 1 വരും. അതായത് നമ്മളെ ആൻസർ എത്രയാണ് വരിക? 2,0,4,9,0. 20,490. അതേ ഡിവൈഡഡ് ബൈ ആരുണ്ട്? 10 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്. 0 വെട്ടിക്കളഞ്ഞാൽ മതി അല്ലേ? കാരണം പോയിന്റ് മാറ്റിയിട്ടാലും ആ 0ത്തിന് വിലയില്ലല്ലോ. നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 2,049. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 5 മാത്രമല്ല, ഇനി ഇവിടെ 50 വന്നാലും ഇനി 500 വന്നാലും ഡിവിഷൻ മെത്തേഡിൽ 50 500 5,000 ഒക്കെ വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ എടുക്കാം. 50 വരുന്നെങ്കിൽ നമ്മൾ 2/100 എടുക്കുക. ഇനി 500 വരുന്നെങ്കിൽ 2/1000 എടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5,000 വരുന്നെങ്കിൽ 2/10,000 എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് 5ൻ്റെയും 50യുടെയും 500ൻ്റെയും അല്ലെ 5,000ൻ്റെ ഒക്കെ ഡിവിഷൻ നമുക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.